ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് ഐസ്ക്രീം സോഡയാണ്. ഈ സമ്മർ സീസണിൽ നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് ഐസ്ക്രീം സോഡ. അപ്പോൾ അതിൽ നമുക്ക് ചേർക്കുന്ന ഫ്രൂട്ട് വ്യത്യാസം അനുസരിച്ച് അതിൻ്റെ രുചിയും വ്യത്യാസപ്പെടും. അപ്പോൾ നമ്മൾ പാഷൻ ഫ്രൂട്ടിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 8 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര, 4 പച്ചമുളക്, വളരെ കുറച്ച് ഉപ്പ്. പഞ്ചസാര നമുക്ക് ഒരുപാട് വേണ്ട, ഇതിന് നല്ല പുളിയാണെങ്കിലും അത് ബാലൻസ് ചെയ്യാൻ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പാഷൻ ഫ്രൂട്ടും പഞ്ചസാര, അപ്പോൾ 8 പാഷൻ ഫ്രൂട്ടിന് ഞാൻ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നുള്ളിലും കുറച്ച് കൂടുതൽ ഉപ്പും, കാന്താരി മുളക് ഒരു 3-4 കാന്താരി മുളക്. ആ ഒരു ചെറിയ എരിവ് നല്ല ടേസ്റ്റാണ് ഇതിൽ ഈ ഐസ്ക്രീം സോഡയ്ക്ക്. അപ്പോൾ അതാണ് നമ്മൾ കാന്താരി മുളക് ചേർത്തിരിക്കുന്നത്. ഇനി നന്നായി അരച്ചെടുത്തിട്ട് നമ്മളിത് അരിച്ചെടുക്കണം, കാരണം കുരുവൊക്കെ അരഞ്ഞു പോയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇനി പൾപ്പ് മാത്രമായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുത്തോട്ടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് 7up ആണ്. ഇനി സോഡ ആണല്ലെങ്കിൽ സോഡ ആയാലും മതി കേട്ടോ. അപ്പോൾ 7upൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല എന്ന് മാത്രം. അതുപോലെ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവറുള്ള അതുപോലുള്ള ഐസ്ക്രീമുകളൊന്നും എടുക്കരുത്. അല്ലാതെയുള്ള എന്ത് ഐസ്ക്രീം ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്പാനിഷ് ഡിലൈറ്റ് ആണ്. ഇതിന് ശേഷം നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ജ്യൂസും, പിന്നെ നമ്മൾ ഐസ്ക്രീമും സോഡയും എല്ലാം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ അരയ്ക്കേണ്ടതൊക്കെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അധികം നമ്മൾ ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം വളരെ കുറച്ച് പുതിനയില ചേർത്തിട്ടുണ്ട്. അത് കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് വേണ്ട. ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മൾ ആദ്യം കുറച്ച് സോഡ ഒഴിച്ചിട്ട് മിക്സി ജാർ അടിച്ചതിന് ശേഷം നമ്മൾ ബാക്കി സോഡ ഒഴിക്കുക. പിന്നീട് നമ്മളതൊന്നും ചെയ്യരുത്, കാരണം അതിൻ്റെ ഫിസ് പോവും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഐസ്ക്രീം സോഡ റെഡി ആകുമ്പോഴൊന്നിങ്ങനെ ആകെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ എല്ലാം മിക്സ് ആയിക്കോളും. ഇപ്പോൾ നമ്മുടെ സോഡ റെഡി. ഇത് വേറെ രീതിയിലും ഐസ്ക്രീം സോഡ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ പാഷൻ ഫ്രൂട്ട് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ എളുപ്പത്തിൽ ഏതെങ്കിലും ഫ്ലേവേർഡ് ഐസ്ക്രീമും ഇഷ്ടമുള്ള നമ്മൾ 7upോ സ്പ്രൈറ്റോ ഫാൻറ്റയോ അങ്ങനെ എന്തെങ്കിലും ഫ്ലേവറിലുള്ള ഐസ്ക്രീം വെച്ച് വെറുതെ നമുക്ക് ഐസ്ക്രീം സോഡ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇത് അടിപൊളി ഒരു ഡ്രിങ്കാണ് നമുക്ക് ഈ സമ്മർ സീസൺ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.